PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോഷണവും പോഷകാഹാരവും എന്ന് പറയുന്ന പ്രീ പ്രൈമറി ടീച്ചർ സിലബസിലെ ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഈ ഒരു ടോപ്പിക്കിൽ പോഷകവും പോഷകാഹാരത്തിലും പോഷണത്തിൻ്റെ ആവശ്യകത, പോഷകഘടകങ്ങൾ, സമീകൃത ആഹാരം, ഇങ്ങനെ പ്രാദേശികവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള സമീകൃത ആഹാരം തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. 6 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിലായിട്ട് വരുന്നത് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ 2 വീഡിയോസോളം ഏകദേശം ചെയ്തിട്ടുണ്ട് ഈ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ബേസിൽ. എല്ലാം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ മുഴുവൻ എടുത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സിനുണ്ട്. പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നല്ല രീതിയിലുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ 1-2 ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കണ്ടു നോക്കണം. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ 6 മാർക്കിൻ്റെ ഒരു പോർഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം കേട്ടോ. ഇനി എന്താണ് പോഷണത്തിൻ്റെ ആവശ്യകത എന്നാണ് പറയാൻ പോകുന്നത്. എന്തിനു വേണ്ടിയാണ് നല്ലൊരു പോഷണം നമുക്ക് വേണ്ടത്? മനുഷ്യ ശരീരത്തിലെ ആഹാര സ്വീകരണം, ദഹനം, സ്വാംശീകരണം എന്നീ പ്രവർത്തനങ്ങൾ മൂലം ആഹാരത്തിലെ പോഷകാംശം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പോഷണം എന്ന് വിളിക്കുന്നത്. എന്താണ് പോഷണം? മനുഷ്യ ശരീരത്തിലെ ആഹാര സ്വീകരണം, ദഹനം, സ്വാംശീകരണം എന്നീ പ്രവർത്തനങ്ങൾ മൂലം ആഹാരത്തിലെ പോഷകാംശം സ്വീകരിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനത്തെ ഏതു പേരിൽ അറിയപ്പെടുന്നു? പോഷണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി പോഷണത്തിൻ്റെ ആവശ്യകത എന്താ ശരിക്കും? പോഷണത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് പോഷകാഹാരം ലഭ്യമാകുന്നതിൻ്റെ ആവശ്യകത നിരവധിയുമാണ്. അവയിൽ പ്രധാനമായിട്ടുള്ളത് എന്താണ്? ഊർജ്ജം പ്രദാനം ചെയ്യുക എന്നതാണ്. അതായത് നമ്മളൊരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഇങ്ങനെ പോഷണം വഴി നമുക്ക് കിട്ടുന്ന ഊർജ്ജവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്കൊരു ഊർജ്ജം കിട്ടണമെങ്കിൽ എന്താണ്? കൃത്യമായിട്ടുള്ളൊരു പോഷണം ലഭിച്ചാലാണ് ആ ഊർജ്ജം നമുക്ക് ലഭ്യമാവുകയുള്ളൂ. അതുപോലെ നമ്മുടെ വളർച്ചയെ സഹായിക്കുന്നു, ആരോഗ്യ സംരക്ഷണം ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്തിനാണ് ലഭിക്കുന്നത്? ഇതൊക്കെ നമുക്ക് പോഷണത്തിൻ്റെ ആവശ്യകതയാണ്. നമ്മൾ ഡേ ടു ഡേ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു പോഷണം വേണമല്ലേ. ഇനി പോഷക ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒരുപാട് തരത്തിലുള്ള പോഷക ഘടകങ്ങളുണ്ടല്ലേ. ഏതൊക്കെ? ധാന്യം, മാംസ്യം, ധാതുലവണങ്ങൾ, കൊഴുപ്പുകളും എണ്ണകളും വിറ്റമിനുകളും എല്ലാം എന്താണ്? പോഷക ഘടകങ്ങളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ്? ധാന്യം, മാംസ്യം, ധാതുലവണങ്ങൾ, കൊഴുപ്പുകളും എണ്ണകളും വിറ്റമിനുകളും ഒക്കെയാണ് പ്രധാനപ്പെട്ട. ഏതൊക്കെയാണ്? ധാന്യമുണ്ട്, മാംസ്യമുണ്ട്, ധാതുലവണങ്ങളുണ്ട്, കൊഴുപ്പുകളും എണ്ണകളുമുണ്ട്, അതുപോലെ എന്തുണ്ട്? വിറ്റാമിനുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പ്രസക്തി എന്താണെന്ന് പഠിച്ചു. എന്തൊക്കെയാണ് ധാന്യത്തിൻ്റെ പ്രസക്തി, അതുപോലെ എന്തൊക്കെയാണ് മാംസ്യത്തിൻ്റെ പ്രസക്തി, എന്തൊക്കെയാണ് ലവണങ്ങളുടെ പ്രസക്തി, എന്തൊക്കെയാണ് കൊഴുപ്പുകളുടെയും എണ്ണകളുടെയും പ്രസക്തി, എന്തൊക്കെയാണ് വിറ്റമിനുകളുടെ പ്രസക്തി എന്നൊക്കെ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ അരി, ഗോതമ്പ്, ചോളം തുടങ്ങിയ ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും എന്നിവ, അതുപോലെ ശർക്കര, പഞ്ചസാര തുടങ്ങിയതിലുമാണ് പ്രധാനമായിട്ട് എന്തും അടങ്ങിയിരിക്കുന്നത്? ധാന്യം അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ധാന്യം എന്തിലൊക്കെ അടങ്ങിയിരിക്കുന്നത്? അതായത് കാർബോഹൈഡ്രേറ്റ് ആണ് പറയുന്നത്. അരി, ഗോതമ്പ്, ചോളം, അതുപോലെ തന്നെ എന്താണ്? കിഴങ്ങുവർഗ്ഗങ്ങൾ, അതുപോലെ ശർക്കര, പഞ്ചസാര, ഇവരൊക്കെ എന്താണ്? ധാന്യം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ധാന്യം ഏതാണ്? മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ധാന്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവർ ഏത് ചോദിച്ചാൽ അത് ഏതാണ്? അന്നജമാണല്ലേ. മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ധാന്യം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അന്നജമാണ്. അത് മറക്കരുത് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദ്യമാണ്. പ്രീവിയസ് ഇയർ പ്രീ പ്രൈമറിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും ഉണ്ട്. ഇനി അരി, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങളിൽ കിഴങ്ങുവർഗ്ഗങ്ങളിലും ധാരാളം അന്നജം ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അരിയിൽ, ഗോതമ്പ് തുടങ്ങിയ കിഴങ്ങുവർഗ്ഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് അന്നജമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ അന്നജം ഭക്ഷിക്കുമ്പോൾ ശരീരത്തിലെ രാസാഗ്നികൾ അതിനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അന്നജം നമ്മൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ രാസാഗ്നികൾ അന്നജത്തെ എന്താക്കിയാണ് മാറ്റുന്നത്? ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി പരിവർത്തനം ചെയ്യുന്നു. അപ്പോൾ അധികമാണെങ്കിൽ അതിനെ ഗ്ലൈക്കോജനാക്കി പരിവർത്തനം ചെയ്ത് കരളിലെ പേശികളിൽ സംഭരിച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മാംസ്യത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ധാന്യം നോക്കി, ഇനി നമ്മൾ നെക്സ്റ്റ് മാംസ്യമാണ് നോക്കാൻ പോകുന്നത്. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായ പോഷകഘടകമാണ് ഏത്?
പ്രോട്ടീൻ, പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങൾ എന്നിവയിലാണ് ധാരാളം മാംസ്യം അടങ്ങിയിട്ടുള്ളത്. അപ്പം മാംസ്യം ശരീര വളർച്ചയ്ക്കും നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? അത് മാംസ്യമാണ്. ഇനി മാംസ്യം ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളിലാണ് അടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ എന്താണ്? പയറുവർഗ്ഗങ്ങൾ, നിലക്കടല, മത്സ്യം, മുട്ട, പാലുൽപ്പന്നങ്ങളിലൊക്കെ ധാരാളമായിട്ട് എന്തടങ്ങിയിട്ടുണ്ട്? മാംസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ ലഭിക്കുന്ന പാലുൽപ്പന്നങ്ങളും ഇലക്കറികൾ, പഴകുവർഗ്ഗങ്ങൾ, സൂര്യപ്രകാശം എന്നിവയിൽ നിന്നാണ്. അപ്പോൾ വൈറ്റമിൻസ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് ആയിട്ടുള്ള ഏതൊക്കെ? വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, അതുപോലെ വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ തുടങ്ങിയവയൊക്കെ നമുക്ക് എന്താണ്? ഇതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പാലുൽപ്പന്നങ്ങളിൽ നിന്നും, ഇലക്കറികളിൽ നിന്നും, പഴവർഗ്ഗങ്ങളിൽ നിന്നും, സൂര്യപ്രകാശത്തിൽ നിന്നൊക്കെയാണ് ഇത് ലഭിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ധാതുക്കളാണ് കേട്ടോ. ശരീരധാതുക്കൾ നോക്കാം കേട്ടോ. അപ്പോൾ ധാതുക്കൾ എന്ന് പറയുന്നത് എന്താണ്? ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് മനുഷ്യനിൽ ഒട്ടനവധി മൂലകങ്ങൾ ഇത്തരത്തിലുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ ധാതുക്കളൊക്കെ ആവശ്യമാണ്. ഇവയിൽ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ധാതു ലവണങ്ങളാണ്. ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് മനുഷ്യന് ഒട്ടനവധി മൂലകങ്ങൾ അത്യാവശ്യമാണ്. അതായത് ഒരുപാട് ധാതുക്കൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമാണ്. ഇവയിൽ ഓക്സിജൻ, ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, സൾഫർ, മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവ പ്രധാനപ്പെട്ട ധാതുക്കളാണ്. അപ്പം മനുഷ്യന് ആവശ്യപ്പെട്ട ധാതുക്കൾ എന്നൊക്കെ പറയുന്നത് ഏതാണ്? കാർബൺ ആവശ്യമുണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, കാൽസ്യം ഉണ്ട്, സൾഫർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ഇരുമ്പുണ്ട് തുടങ്ങിയിട്ടുള്ളവയൊക്കെ നമ്മുടെ മനുഷ്യ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ളവയാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് കൊഴുപ്പുകളും എണ്ണകളുമാണ്. മനുഷ്യത്തിന് ആവശ്യമായ മറ്റൊരു ഘടകമാണ് ഏത്? ലിപ്പിഡുകൾ അല്ലെങ്കിൽ കൊഴുപ്പുകൾ, എണ്ണകൾ എന്നൊക്കെ പറയുന്നത്. ഇതെന്താണ്? നമ്മുടെ ശാരീരിക ഊഷ്മാവിനെയൊക്കെ കൃത്യമായിട്ട് നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നത് ഇത്തരം കൊഴുപ്പുകളും എണ്ണകളുമാണ്. നമ്മുടെ ശരീരത്തിൽ വെച്ച് ദഹന രസങ്ങൾ കൊഴുപ്പുകളെയും എണ്ണകളെയും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുകളുമാക്കി മാറ്റുന്നു. അധികമുള്ള കൊഴുപ്പ് ത്വക്കിനടിയിലുള്ള കലകൾ സംഭരിക്കുകയും അത്യാവശ്യ ഘടകങ്ങൾ ശരീരത്തിന് ഊർജ്ജ സ്രോതസ്സായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ശരീരത്തിന് താപനില മാറ്റമില്ലാതെ നിലനിർത്തുന്നതിൽ കലകളിലെ ഈ ഒരു കൊഴുപ്പ് വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്താണ് വൈറ്റമിനുകൾ എന്ന് പറയുന്നത്. വൈറ്റമിനുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? എല്ലാ മനുഷ്യരിലും ഉപചായ പ്രവർത്തനങ്ങളെ ശരിയായ വണ്ണം നടക്കുന്നതിന് വളരെ കുറഞ്ഞ അളവിൽ ആവശ്യമായ പദാർത്ഥമാണ് ഏത്? വിറ്റമിനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിനുകളൊക്കെ മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ എന്നൊക്കെ പറയുന്നത് എന്താണ്? പ്രധാനപ്പെട്ട വൈറ്റമിനുകളാണ്. അപ്പോൾ ഇത് ഓരോരോ ആഹാര പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റമിനുകളൊക്കെ ശരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ വൈറ്റമിനുകൾ എങ്ങനെയൊക്കെയാണ് ശരിക്കും അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ തന്നെ എന്താണ് അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളൊന്ന് വിശദമായിട്ട് നോക്കണം. അത് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോർഷൻ ആയതുകൊണ്ട് തന്നെ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം കേട്ടോ. ഇതിൽ പോഷകങ്ങളും പോഷകാഹാരം മൂലമുണ്ടാകുന്ന രോഗങ്ങളുമാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. കാൽസ്യം ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങൾ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്? ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാല്, മരച്ചീനി എന്നിവയിലാണ് കാൽസ്യം അടങ്ങിയിട്ടുള്ളത്. ഏതാണ്? ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പാല്, മരച്ചീനി എന്നിവയിൽ എന്തടങ്ങിയിട്ടുണ്ട്? മൂലകമാണ് കാൽസ്യം. അപ്പോൾ ഈ ഒരു മൂലകത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എല്ലിനും പല്ലിനും ബലക്കുറവും രക്തം കട്ട പിടിക്കാതിരിക്കലും ഒക്കെയാണ് ഈ ഒരു കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ പദാർത്ഥങ്ങളിലാണ്? ധാന്യങ്ങളിലും പയറുവർഗ്ഗങ്ങൾ, പാൽ എന്നിവയിലാണ് ഫോസ്ഫറസ് ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എല്ല്, പല്ല്, നിർവീര്യമാക്കൽ, ക്ഷീണം ഇതൊക്കെയാണ് പ്രധാനമായിട്ടുണ്ടാകുന്ന രോഗങ്ങൾ. അത് എല്ലും പല്ലൊക്കെ എന്ത് ചെയ്യുന്നു? വികൃതമായിരിക്കുകയും ക്ഷീണമൊക്കെ നമ്മൾ അനുഭവപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ എന്താണ്? ഫോസ്ഫറസിൻ്റെ കുറവ് മൂലമാണ് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇരുമ്പിൽ ഏതൊക്കെ ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു? ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മാംസ്യം, ഇലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നെല്ലിക്ക എന്നിവയിലൊക്കെ ധാരാളമായിട്ട് ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പ് ഇല്ലാത്ത ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? വിളർച്ചയും അനിമിയയുമാണ്. ഇനി അടുത്താണ് അയഡിൻ എന്ന് പറയുന്നത്. മത്സ്യം, കടൽ ലവണങ്ങൾ എന്നിവയിലാണ് ഈ ഒരു അയഡിൻ ഉള്ളത്. ഈ അയഡിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്ന് പറയുന്നത്. ഇനി ക്ലോറിൻ ഇതിനകത്തൊക്കെ അടങ്ങിയിരിക്കുന്നു. കറിയുപ്പിലും ധാന്യ വർഗ്ഗങ്ങളിലുമാണ് എന്തടങ്ങിയിരിക്കുന്നത്? ക്ലോറിൻ അടങ്ങിയിരിക്കുന്നത്. ഈ ക്ലോറിൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് അനുഭവപ്പെടും? ക്ഷീണം, നിർജ്ജലീകരണം ഒക്കെ അനുഭവപ്പെടാൻ കാരണമാകുന്നു. ഇനി സോഡിയവും പൊട്ടാസ്യവുമാണ് അടുത്തത്. കറിയുപ്പിലും ഫലവർഗ്ഗങ്ങളിലുമാണ് സോഡിയവും പൊട്ടാസ്യവും കാണപ്പെടുന്നത്. ക്ഷീണവും നിർജ്ജലീകരണമാണ് ഈ സോഡിയം പൊട്ടാസ്യം മൂലമൊക്കെ ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഇനി അടുത്താണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. മഗ്നീഷ്യം ഇലക്കറികളിലും
ഇലകളിലും ധാന്യങ്ങളുമാണ് മഗ്നീഷ്യം കാണപ്പെടുന്നത്. പേശി തകർച്ച, നാഡീ തകർച്ച എന്നിവയൊക്കെയാണ് ഈ മഗ്നീഷ്യയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ. ഇനി അടുത്ത് കോപ്പറാണ്. ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് ഇത് മൂലം ഉണ്ടാകുന്ന, ഇതൊക്കെ കോപ്പർ കൂടുതലുള്ള ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളിലുമാണ് വിളർച്ചയും വളർച്ചാക്കുറവൊക്കെ ഉണ്ടാകുന്നു. ഈ കോപ്പറിൻ്റെ അഭാവം മൂലം. അടുത്താണ് കൊബാൾട്ട് ആൻഡ് സിങ്ക്. കൊബാൾട്ട് സിങ്കും അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥം മാംസ്യവും പച്ചക്കറികളുമാണ്. ഈ കൊബാൾട്ട് സിങ്കൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് വിശപ്പില്ലായ്മയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ഇത് ചേരുംപടി ചേർക്കാം. അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്ന് ചോദിക്കാനും സാധ്യതയുണ്ട്, ചേരുംപടി ചേർക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിക്കണം. പ്രീവിയസ് ഇയർ ഭാഗങ്ങളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒന്നോടെയും പറയാം, കാൽസ്യം ഇലകൾ, പച്ചക്കറികൾ, പാല്, മരച്ചീനി എന്നിവയിലും എല്ലിനും പല്ലിനും ബലക്കുറവും രക്തം കട്ട പിടിക്കാതിരിക്കലൊക്കെയാണ് പ്രശ്നം. ഫോസ്ഫറസ് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പാൽ എന്നിവയിൽ കാണപ്പെടുന്നു. എല്ലും പല്ലും വികൃതമാക്കൽ, ക്ഷീണം എന്നിവയൊക്കെ വരുന്നു. ഇരുമ്പ്, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, മാംസ്യം, ഇലക്കറികൾ, പച്ചക്കറികൾ, നെല്ലിക്ക. ഇരുമ്പിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം വിളർച്ച അല്ലെങ്കിൽ അനീമിയാണ്. അയഡിൻ, മത്സ്യം, കടൽ ലവണങ്ങൾ എന്നിവയ്ക്കാണ്. ഇതിൻ്റെ ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴയാണ് ഇതുമൂലം ഉണ്ടാകുന്ന അസുഖം. ക്ലോറിൻ, കറിയുപ്പ്, ധാന്യവർഗ്ഗങ്ങളാണ്. ക്ലോറിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? ക്ഷീണവും നിർജ്ജലീകരണവുമാണ്. സോഡിയം, പൊട്ടാസ്യം കറിയുപ്പിലും ഫലവർഗ്ഗങ്ങളിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ക്ഷീണവും നിർജ്ജലീകരണവുമാണ്. ഇനി മഗ്നീഷ്യം ഇലക്കറികളും ധാന്യങ്ങളിലുമാണ് കാണപ്പെടുന്നത്. പേശി തളർച്ച, നാഡീ തളർച്ച കാരണമാകുന്നു. കോപ്പർ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, വളർച്ചക്കുറവൊക്കെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. കൊബാൾട്ട്, സിങ്ക്, മാംസ്യം, പച്ചക്കറികൾ ഇതൊക്കെ ആഹാരമാണത്. ഇതിൽ വിശപ്പില്ലായ്മയാണ് ഈ ഒരു കൊബാൾട്ട്, സിങ്ക് മൂലം ഉണ്ടാകുന്ന രോഗമെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്തൊക്കെയാണെന്നാണ്. അന്നജത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സ് ഏതൊക്കെയാണ്? ധാന്യവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയുന്നത് ഉരുളക്കിഴങ്ങ്, അതുപോലെ മധുരക്കിഴങ്ങ്, ചേന, ചേമ്പ്, കപ്പ, പഞ്ചസാര എന്നിവയൊക്കെ, ശർക്കര എന്നിവയൊക്കെ എന്താണ്? അന്നജത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സാണ്. ഇതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ശരീരത്തിന് ഊർജ്ജം നൽകുന്നു എന്ന് പറയുന്നത് അന്നജത്തിൻ്റെ ധർമ്മമാണ്. മാംസ്യമാണെങ്കിലോ പാല്, പാൽപ്പൊടി, പാൽക്കഞ്ഞി, അതുപോലെ തന്നെ തൈര്, എണ്ണക്കുരുക്കൾ, പരിപ്പ്, സോയാബീൻ, ഈസ്റ്റ്, പയറുവർഗ്ഗങ്ങൾ, ഇറച്ചി, കരൾ, മാംസ്യം, മുട്ട, ധാന്യങ്ങൾ, കൊഴുപ്പ് മാറ്റി എണ്ണക്കുരു പൊടി, കടലമാവ് എന്നിവയിലൊക്കെയാണ് മാംസ്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ശരീരത്തിലെ കോശങ്ങൾ, പേശികൾ, രക്തം പോലുള്ള ജീവദ്രവ്യങ്ങൾ എന്നിവയുടെ നിർമ്മാണവും കേടുപാടുകൾ തീർക്കലും എൻസൈമുകൾ അണുബാധ പ്രതിരോധിക്കുന്നതിനുള്ള ആൻറ്റിബോഡികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിനും സഹായിക്കുന്നു. കൊഴുപ്പ് പോഷകഘടകങ്ങൾ ഏതൊക്കെയാണ്? എണ്ണ, നെയ്യ്, സസ്യ എണ്ണ, കൊഴുപ്പ്, എണ്ണക്കുരു, സോയാബീൻ, പരിപ്പ് എന്നിവയൊക്കെയാണ് കൊഴുപ്പിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ്സ്. ധർമ്മങ്ങൾ പൂരിത ഊർജ്ജദായക വസ്തുവായും ആവശ്യ ഫാറ്റി ആസിഡുകൾ സ്രോതസ്സുകളായും പ്രവർത്തിക്കുന്നു. ഇനി ജീവകങ്ങളും ധാതു ലവണങ്ങളിലും ആണെങ്കിലോ മീനെണ്ണ, കരൾ, പാലുൽപ്പന്നങ്ങൾ, തൈര്, വെണ്ണ, നെയ്യ്, മഞ്ഞയും ചുവപ്പുമായ പഴവർഗ്ഗങ്ങൾ, പച്ച ഇലക്കറികൾ, ക്യാരറ്റ്, മഞ്ഞൾ, തക്കാളി, ചീര, മുരിങ്ങയില തുടങ്ങിയവയും ഒക്കെ ഇത്തരത്തിലുള്ള ജീവകങ്ങളും ധാതുക്കളും ഉള്ള പ്രധാനപ്പെട്ട സ്രോതസ്സുകളാണ്. ഇതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുക എന്നതാണ്. അപ്പോൾ അന്നജം ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലുമാണ് കാണുന്നത്. ശരീരത്തിന് ഊർജ്ജം നൽകുന്നു. മാംസ്യമാണെങ്കിൽ പാല്, പാൽപ്പൊടി, പാൽക്കഞ്ഞി, തൈര്, എണ്ണക്കുരു, പരിപ്പ്, സോയാബീൻ, ഈസ്റ്റ്, പയർവർഗ്ഗങ്ങൾ, ഇറച്ചി, കരൾ, മത്സ്യം, മുട്ട, ധാന്യങ്ങൾ, കൊഴുപ്പ് മാറ്റി എണ്ണക്കുരു പൊടി, അതുപോലെ കടലമാവ് എന്നിവയിൽ കാണപ്പെടുന്നു. ശരീരത്തിലെ കോശങ്ങൾ, പേശികൾ, രക്തം പോലുള്ള ജീവദ്രവങ്ങൾ എന്നിവയുടെ നിർമ്മാണവും കേടുപാട് തീർക്കലും എൻസൈമുകളുടെ അണുബാധ പ്രതിരോധിക്കലും ഒക്കെയാണ് പ്രധാനപ്പെട്ട ധർമ്മം. കൊഴുപ്പാണെങ്കിൽ എന്താണ്? എണ്ണ, നെയ്യ്, സസ്യ എണ്ണ, അത് ഇച്ചിരി കട്ടി കൂടിയ വസ്തുക്കൾ അല്ലേ, എണ്ണക്കുരു, സോയാബീൻ, പരിപ്പ് എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട സ്രോതസ്സ്. പൂരിത ഊർജ്ജ ആഹാര വസ്തുവായും ആവശ്യ ഫാറ്റി ആസിഡുകളുടെ സ്രോതസ്സായും പ്രവർത്തിക്കുന്നു. ജീവകങ്ങളും ധാതുക്കളാണെങ്കിലോ മീനെണ്ണ, കരൾ, പാലുൽപ്പന്നങ്ങൾ, തൈര്, വെണ്ണ, നെയ്യ്, മഞ്ഞയും ചുവപ്പും കാണുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, ഇലകൾ എന്നൊക്കെ കാണപ്പെടുന്ന ജീവകളും ധാതുക്കളുമാണ്. രോഗപ്രതിരോധ ശേഷിയും ആരോഗ്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ്.
ഇനി നമുക്ക് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സമീകൃത ആഹാരത്തെക്കുറിച്ചിട്ടാണ്. അപ്പോൾ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സമീകൃത ആഹാരം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, പാല്, മാംസ്യം, മത്സ്യം, മുട്ട, പഞ്ചസാര എന്നിവയൊക്കെ ശിശുക്കളുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ നിന്ന് മാറി മാറി ഉൾപ്പെടുത്തേണ്ടതാണ്. എന്താണ്? കാരണം കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വളരെയധികം ആവശ്യകതമാണ്. അപ്പോൾ ഓരോ രീതിയിലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ മാറി 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 കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്താണ്? കുട്ടികളുടെ നല്ല രീതിയിലുള്ള ശാരീരിക വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരീരത്തിന് ഇത്തരത്തിലുള്ള നല്ല രീതിയിലുള്ള പ്രൊഡക്ട്സുകൾ, അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലേ, കുറേ സമീകൃത ഒരുപാട് ആഹാരം എന്നൊക്കെ മൂലങ്ങളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ പദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ സമീകൃത ആഹാരം കഴിക്കുന്ന വഴി ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കാനായിട്ട് പഴങ്ങൾ, പച്ചക്കറികൾ, വാഴപ്പിണ്ടി, ഗോതമ്പ്, നാരടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ അസുഖങ്ങളെയൊക്കെ ഒഴിവാക്കി വിടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നതാണ് പ്രാദേശികവും ചിലവ് കുറഞ്ഞതുമായ സമീകൃത ആഹാരം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അപ്പോൾ കുറേ ആളുകളിലുള്ള തെറ്റിദ്ധാരണയുണ്ട്. ചില ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളും അല്ലെങ്കിൽ ചില വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകളായിക്കോട്ടെ, എല്ലാവരും പൊതുവെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ്? നല്ല വിലയുള്ള ആഹാരമാണ് ശരിക്കും പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം. വില കുറഞ്ഞതൊന്നും നമുക്ക് നമ്മുടെ തൊടിയിൽ നിന്നും പറമ്പിൽ നിന്ന് കിട്ടുന്നതൊന്നും അധികം പോഷകം നിറഞ്ഞതല്ല. അത് പക്ഷേ വലിയ വലിയ മാളുകളിൽ ചില്ലലമാരകളിൽ ഇരിക്കുന്നതും ഒക്കെയുള്ള സാധനങ്ങളാണ് വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്നതുമാണ് പോഷക ആഹാരങ്ങൾ എന്ന തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ പലർക്കുമുണ്ട്. ശരിക്കും അത് ശരിയാണോ? ഒരിക്കലുമല്ല അല്ലേ. നമ്മളിപ്പോൾ കുറച്ചു നേരം മുമ്പ് പഠിച്ചിരുന്നു സമീകൃത ആഹാരം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ആ ഒരു കോൺസെപ്റ്റ് എന്താണ് പറയുന്നത്? ശരീരത്തിൻ്റെ ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകഘടകങ്ങൾ കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അത് ഏത് തന്നെയായാലും അത് എന്ത് തന്നെയാണ്? സമീകൃത ആഹാരം തന്നെയാണ് അല്ലേ. അപ്പോൾ അത് നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നിന്നും ഈ ഒരു തരത്തിലുള്ള സമീകൃത ആഹാരം നമുക്ക് കുട്ടികളിലേക്ക്, മുതിർന്നവരിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. അതിന് വലിയ വില കൊടുത്ത് ഓരോന്നും വാങ്ങേണ്ട ആവശ്യകതയില്ല. ഈ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ സിലബസിൽ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലബസ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. കണ്ടോ? പ്രാദേശികവും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള സമീകൃത ആഹാരം എന്നൊരു കോൺസെപ്റ്റ് ഇവിടെ തന്നെ പറയുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ സമീകൃത ആഹാര പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നവ ഏത് എന്ന് പറഞ്ഞ് കുറച്ച് ലിസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചേനയും ചേമ്പും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയും ഒക്കെ കാണും. ചിലപ്പോൾ അതിനകത്ത് വലിയ വലിയ ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരും കാണും. പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വലിയ വലിയ ഭക്ഷണ പദാർത്ഥങ്ങളാവുമ്പോൾ അതിനായിരിക്കും സമീകൃത ആഹാരം എന്ന് നമ്മൾ പെട്ടെന്ന് ഓർക്കാതെ ഓപ്ഷനിലേക്ക് നീങ്ങരുത്. സമീകൃത ആഹാരം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ വില ഉള്ളത് മാത്രമല്ല, നമ്മുടെ തൊടിയിൽ നിന്ന് കിട്ടുന്ന എന്തും നമുക്ക് സമീകൃത ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ സമീകൃത ആഹാരം എന്ന കോൺസെപ്റ്റിനെ എങ്ങനെ കണ്ടെത്തി പട്ടിക അല്ലെങ്കിൽ പൂരിപ്പിച്ച് വെക്കണം ഞാൻ കുറച്ചു നേരം പറഞ്ഞിരുന്നല്ലേ. ഓരോ ധാന്യങ്ങൾ ഏതൊക്കെ രോഗങ്ങളെയാണ് പ്രതിരോധിക്കാൻ കഴിയുന്നത്, ഏതൊക്കെ വൈറ്റമിൻസുകളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല രീതിയിലുള്ള സമീകൃത ആഹാരം നമുക്ക് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉൾപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെയാണ് ഫ്രൂട്ട്സുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാമ്പഴമായാലും പേരയ്ക്കായാലും പപ്പായ ആയാലും ഒക്കെ എന്താണ് ഇത്തരത്തിൽ സമീകൃത ആഹാരത്തിൽ നമുക്ക് ഉൾപ്പെടുത്തി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ കഴിയുന്നവയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രാദേശികമായി എളുപ്പം ലഭിക്കാവുന്ന ആഹാര വസ്തുക്കളും അവയിൽ അടങ്ങിയിരിക്കുന്ന പോഷക ഘടകങ്ങളെയുമാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ഗോതമ്പ്, ഏത്തപ്പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, പഞ്ചസാര എന്നിവയിലൊക്കെയുള്ള പോഷകഘടകം ഏതാണ്? അത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ നെയ്യ്, വെണ്ണ, നിലക്കടല, എള്ള്, നാളികേരം, പാല്, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ എന്നിവയിലൊക്കെ അടങ്ങിയിട്ടുള്ള പോഷകഘടകം ഏതൊക്കെയാണ്? കൊഴുപ്പുകൾ അല്ലെങ്കിൽ ലിപ്പിഡുകൾ എന്ന് പറയുന്നതാണ്. ഇലക്കറികളിലും അതുപോലെ തന്നെ നെല്ലിക്ക, ചെറുനാരങ്ങ, മാങ്ങ, പപ്പായ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഏതാണ്? വിറ്റമിനുകളാണല്ലേ. അതുപോലെ തന്നെ ഇലക്കറികൾ, പാല്, ചെറു മത്സ്യങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ്? ധാതു ലവണങ്ങൾ, മിനറൽസുകളാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇലക്കറികൾ, പാല്, ചെറു മത്സ്യങ്ങൾ,
അതുപോലെ എന്താണ് കൂവക്കിഴങ്ങ് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഏതാണ് ധാതു ലവണങ്ങളാണ്. ഇലക്കറികൾ അതുപോലെ തന്നെ മുരിങ്ങയില, ചീര, കോവല്, ചേനയില, നെല്ലിക്ക, ചെറുനാരങ്ങ, മാങ്ങ, പപ്പായ എന്നിവയിലാണെങ്കിലോ ജീവകങ്ങൾ അതായത് വിറ്റമിനുകളാണ്. നെയ്യ്, വെണ്ണ, നിലക്കടല, എള്ള്, നാളികേരം, പാല്, പരിപ്പ്, പയറുവർഗ്ഗങ്ങളിലൊക്കെ ആണെങ്കിലോ കൊഴുപ്പുകൾ അത് ലിപ്പിഡുകൾ അല്ലെങ്കിൽ മാംസ്യമാണ് അടങ്ങിയിരിക്കുന്നത്. ഗോതമ്പ്, ഏത്തപ്പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ അതുപോലെ തന്നെ എന്താണ് ചേന, ചേമ്പ്, കാച്ചിൽ, മധുരക്കിഴങ്ങ്, പഞ്ചസാര എന്നിവയിലാണെങ്കിലോ ധാനികങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭക്ഷണ പദാർത്ഥത്തിൽ വിവിധ പോഷകഘടകങ്ങൾ വ്യത്യസ്ത അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇത് തന്നെ മനസ്സിലാക്കാം അല്ലേ. അതായത് ഇലക്കറികളിൽ ജീവകങ്ങളും അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ധാതു ലവണങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിൽ ഒന്ന് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു ഉൽപ്പന്നത്തിൽ തന്നെ പല പോഷകഘടകങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഇനി എങ്ങനെയാണ് നമ്മൾ നേരെ പറഞ്ഞു കുറഞ്ഞ ചിലവിൽ എങ്ങനെയാണ് പോഷക ആഹാരം ഉണ്ടാക്കുന്നത്? നമ്മൾ സമീകൃത ആഹാരം പറഞ്ഞതുപോലെ തന്നെ വലിയ വിലയുള്ള ആഹാരങ്ങൾ എപ്പോഴും സമീകൃത ആഹാരമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ തൊടിയിലും നമ്മുടെ ചുറ്റുപാടുമുള്ള എന്താണ് ചെറിയ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളായാലും അതൊക്കെ സമീകൃത ആഹാരം നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ കുറഞ്ഞ ചിലവിൽ പോഷകാഹാരം എങ്ങനെയാണ്? ശിശുക്കൾക്ക് കുറഞ്ഞ ചിലവിൽ പല പോഷകാഹാരം ലഭ്യമാക്കാൻ നമുക്ക് സാധിക്കും. ചീര പോലുള്ള ഇലക്കറികൾ വീട്ടുമുറ്റത്ത് വളർത്താനും നഗരത്തിലെയും ഗ്രാമത്തിലെയും കുടുംബങ്ങൾക്ക് ഒരുപോലെ കഴിയും. കൂടാതെ 1-2 പപ്പായ തൈകൾ വെച്ച് പിടിപ്പിച്ചാൽ ഇഷ്ടം പോലെ പപ്പായ ലഭ്യമാകും. നമ്മുടെ ഗ്രാമങ്ങളിൽ സുലഭമായ മാമ്പഴവും ചക്കപ്പഴവും പോഷകഘടകങ്ങൾ മുൻപന്തിയിൽ തന്നെയാണ്. വീട്ടുമുറ്റത്തെ പേരയ്ക്ക, സപ്പോട്ട ഇവയിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. നഴ്സറി വിദ്യാലയത്തിൻ്റെ മുറ്റത്ത് പോലെ പേരയും സപ്പോട്ടയും വളർത്തി പഴങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. അപ്പോൾ എന്താണ് ഈ പ്രീ പ്രൈമറി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്താണ് സമൃദ്ധമാക്കാം. ഇപ്പോൾ വേണമെങ്കിൽ താഴെ 4 ഓപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ഒരു നഴ്സറി അധ്യാപികയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സറിയിലുള്ള കുട്ടികൾക്ക് പ്രീ പ്രൈമറി കുട്ടികൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള സമീകൃത ആഹാരം കൊടുക്കാൻ ഒരു അധ്യാപക എന്ന നിലയിൽ നിങ്ങൾ എന്ത് മുൻകൈ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ ഓപ്ഷനിൽ കാണും. നഴ്സറിയുടെ ചുറ്റുപരിസരങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പഴവർഗ്ഗങ്ങൾ അതായത് പപ്പായയോ ചക്കയോ മാങ്ങയോ ഒക്കെ നട്ടു വളർത്തി കുട്ടികൾക്ക് അതിൽ നിന്ന് ഭക്ഷണം കൊടുക്കാവുന്നതാണ് എന്നൊക്കെ ഓപ്ഷനിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കത് പിക്ക് ചെയ്ത് എഴുതാവുന്നതാണല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. നിങ്ങളൊരു അധ്യാപിക എന്ന നിലയിൽ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു അധ്യാപികയാണെങ്കിൽ എങ്ങനെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന രീതിയിൽ ചിന്തിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അങ്ങനെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളും കടന്നു വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് അതിൻ്റേതായ രീതികളിലൊക്കെ ആൻസർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. സിലബസ് അടിസ്ഥാനത്തിൽ തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.